നാളെ മുതൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി സീറ്റൊക്കെ ഫില്ലായി, കാരണം ഞാനല്ല കണ്ടക്ട് ചെയ്യുന്ന വേറൊരു ഏജൻസിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഴയ PPT ഒക്കെ മാറ്റാം, പുതിയ PPT പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോഴാണ് ഞാൻ ഈ ഒരു റേസിനെ കുറിച്ചിട്ട് ആലോചിച്ചത്. അപ്പോൾ നിങ്ങൾക്കും കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു റേസ് എന്ന് പറയുന്നത് ജപ്പാനിലൊക്കെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള റേസ് ആണ്. ഇതാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത. ആ ബൈക്കിന്റെ ഹാൻഡിൽ ബാർ ശ്രദ്ധിച്ചില്ലേ, വളരെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഹാൻഡിൽ ബാർ ആണ് ഈ ഒരു മോട്ടോർ സൈക്കിളിനുള്ളത്. ഓട്ടോ റേസ് എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ജപ്പാനിലൊക്കെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള റേസ് ആണ്. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന അല്ലെങ്കിൽ ഈ കാണിക്കാൻ പോകുന്ന വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ റേസിൽ 3 ടൈപ്പ് ഓഫ് മോട്ടോർ സൈക്കിൾ ഉണ്ട്. ഏറ്റവും ആദ്യത്തെ മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു പക്ക ഒരു റേസ് ബൈക്ക് ആണ്, ഒരു MotoGP ബൈക്ക്, പിന്നെ ഒരു സൂപ്പർ മോട്ടോ ബൈക്ക്, പിന്നെ ഈ ഒരു ഓട്ടോ റേസിന് വേണ്ടിയിട്ട് അവർ സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ ജാപ്പനീസ് സ്റ്റൈൽ ബൈക്കാണ്. ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഓടിക്കുന്നുണ്ടോ, ഇങ്ങനെയാണ് ആ ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കുക. കൂടുതലും ഒരു 6 ലാപ്പ് ആയിട്ടുള്ള ഓവൽ ഷേപ്പ് ആയിട്ടുള്ള ട്രാക്ക് ആയിരിക്കും. ഇങ്ങനെ 6 ഏഗ് ആയിട്ടുള്ള ട്രാക്ക് ആവില്ല, നമ്മുടെ ഫ്ലാറ്റ് ട്രാക്ക് പോലെയുള്ള ഒരു ട്രാക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിങ്ങനെ ലെഫ്റ്റിക്ക് മാത്രം ഇങ്ങനെ ഓടിക്കുമ്പോൾ ഈ ഒരു ബൈക്കിന്റെ സ്പീഡ് നോക്ക്, ഈ ഒരു ബൈക്ക് കയറി വരുന്നത് നോക്ക്. ഏറ്റവും ആദ്യം ഓൾറെഡി ഈ ഒരു ഓട്ടോ റേസ് എന്ന് പറയുന്ന ഈ ഒരു റേസ് ബൈക്ക് 2 സൂപ്പർ മോട്ടോ ബൈക്കിന് വെട്ടിച്ചു. ഫൈനൽ ആകുമ്പോൾ ഈ ബൈക്ക് വിൻ ചെയ്യും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഓട്ടോ റേസ് എന്ന് പറയുന്ന ഈ ഒരു ജാപ്പനീസ്കാരുടെ കൺസെപ്റ്റ് ഡിസൈൻ ആയിട്ടുള്ള ആ ഒരു മോട്ടോർ സൈക്കിൾ വിൻ ചെയ്യും. ഞാൻ ആ ഒരു ഷോട്ടോണി കാണിക്കാം. ഓവർടേക്ക് ചെയ്യുന്നത് MotoGP ബൈക്കിനെ ഓവർടേക്ക് ചെയ്യുന്ന ബൈക്ക് നോക്ക്, ജപ്പാൻകാരുടെ ഒരു ബൈക്ക് നോക്ക്. ഇതൊരു ടൈപ്പ് ഓഫ് റേസ് ആണ്. ഇതിപ്പോൾ നോർമലി ഇത് എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോട്ടോർ സൈക്കിളിനും കൂടെ ഓടിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഒരു പരീക്ഷണത്തിന് വേണ്ടി ഓടിക്കുന്നതാണ്. നോർമലി ഈ ഒരു മോട്ടോർ സൈക്കിൾ മാത്രമായിരിക്കും റേസിനുണ്ടായിരിക്കും. ഞാൻ അത് കാണിച്ചത് ഇതുപോലെ ഈ എല്ലാം ഈ മോട്ടോർ സൈക്കിൾ ആയിരിക്കും, ഈ ഒരു ടൈപ്പ് ഓഫ് മോട്ടോർ സൈക്കിൾ ആയിരിക്കും റേസിന് യൂസ് ചെയ്യാം. ജപ്പാൻകാരുടെ ഒരു റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അതിശയകരമായിട്ടുള്ള റേസുകളാണ്. കണ്ട, നോർമലി ഈ ഒരു ബൈക്കുകൾ മാത്രമായിരിക്കും ഈ റേസ് ഉണ്ടായിരിക്കുക. ഇത് ജസ്റ്റ് പരീക്ഷണം പോലെ അവർ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനിടയിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. ചാ.